Today we are going to discuss about transmission of random process through an LTI system. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൂഫിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ നമുക്കൊന്നും കൂടി ഈ ട്രാൻസ്മിഷൻ ഓഫ് റാൻഡം പ്രോസസ് ത്രൂ LTI സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് മുതൽ തന്നെ പോവാം. ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. സോ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു LTI സിസ്റ്റം ആണ്. ഈ ഫിഗർ കാണിക്കുന്നത് ഒരു LTI സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് ലീനിയർ ടൈം invariant system. You may also write along with me. The LTI system that is linear time invariant system. നമുക്കറിയാം linear time invariant system എന്ന് പറഞ്ഞാൽ it is both linear, which means that it obeys the law of superposition, and time invariant. That is, this is both linear and time invariant. That is, linear means the law of superposition obey ചെയ്യും. Law of superposition രണ്ടുണ്ട്, additivity ഉണ്ട്, പിന്നെ homogeneity. പിന്നെ time invariant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ any delay in the input will be reflected in the output. ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടിലും റിഫ്ലക്ട് ചെയ്യും. അതാണ് ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത്. പിന്നെ ലീനിയർ മീൻസ് ലോ ഓഫ് സൂപ്പർപോസിഷൻ, ലോ ഓഫ് എഡിറ്റിവിറ്റിയും ലോ ഓഫ് ഹോമോജിനിറ്റിയും രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇതൊരു LTI സിസ്റ്റമാണ്. അതിന്റെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എക്സൈറ്റേഷൻ എന്നും പറയും. ഇൻപുട്ട് അതർവൈസ് എക്സൈറ്റേഷൻ. വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് റെസ്പോൺസ്. സോ when given an excitation x of t, a y of t, that is the response we get. So consider a LTI system with impulse response h of t. That is, when we are giving an impulse input del of t, the output is h of t. That is impulse response. That is, when input is del of t, that is excitation is del of t, output we get is impulse response, that is h of t. So consider an LTI system with impulse response. Now here we have to consider a wide sense stationary input WSS, that is wide sense stationary input x of t. So here we are giving an input which is wide sense stationary. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വൈഡ് സെൻസ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു സിഗ്നലിന് അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിന് ആവണ്ടെങ്കിൽ അതിന് ഫ്യൂ പ്രോപ്പർട്ടീസ് ഇൻവോൾവ് ചെയ്യണം. അതിൽ ഫ്യൂ പ്രോപ്പർട്ടീസ് അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഒരു വൈഡ് സെൻസ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. അതായത് മീൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് വാല്യൂ ഓഫ് ടി ആയിരിക്കണം. പിന്നെ ഓട്ടോ കോറിലേഷൻ ആൻഡ് ക്രോസ് കോറിലേഷൻ ബോത്ത് ഷുഡ് ബി എ ഡിഫറൻസ്, ബോത്ത് ഷുഡ് ബി ഡിപെൻഡന്റ് ഓൺ ടി, ബട്ട് ഇറ്റ് ഷുഡ് ഡിപെൻഡ് ഓൺ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ടി, ദാറ്റ് ഇസ് T1 ആൻഡ് T2. മീൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് വാല്യൂ ഓഫ് ടി ആയിരിക്കണം. പിന്നെ ഓട്ടോ കോറിലേഷൻ ആൻഡ് ക്രോസ് കോറിലേഷൻ both should satisfy the time difference between T1 and T2. ഇത്രത്തോളം ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, വൺസ് അഗെയിൻ ഇതൊരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. അതിൽ ഇൻപുട്ട് കൊടുക്കുന്ന എക്സൈറ്റേഷൻ എന്ന് പറയും, ഔട്ട്പുട്ടിന് റെസ്പോൺസ് എന്ന് പറയും. ലീനിയർ ടൈം ഇൻവേരിയന്റ് ഇൻ ദ സെൻസ് ഇറ്റ് ഇസ് ബോത്ത് ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയന്റ്. ലീനിയർ പ്ലസ് ടൈം ഇൻവേരിയന്റ്. ലീനിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റത്തിന് ലീനിയർ എന്ന് പറയും. സൂപ്പർ പൊസിഷൻ മീൻസ് ബോത്ത് എഡിറ്റീവ് പ്ലസ് ഹോമോജിനിറ്റി. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അത് ലോ ഓഫ് സൂപ്പർ പൊസിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു പറയും. പിന്നെ ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു ടൈം ഡിലേ ഉണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടിലും റിഫ്ലക്ട് ചെയ്യും. അതാണ് ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു വൈഡ് സെൻസ് സ്റ്റേഷനറി ഇൻപുട്ട് ആണ്. നമ്മൾ
കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതൊരു LTI സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുമ്പം അത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മളിവിടെ ഈ ട്രാൻസ്മിഷൻ ഓഫ് റാൻഡം പ്രോസസ് ത്രൂ LTI സിസ്റ്റം കണ്ടുപിടിക്കാൻ പോകുന്നത്. അത്ര മനസ്സിലായിനോ? അതായത് നമ്മളൊരു വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ഇൻപുട്ട് ഒരു LTI സിസ്റ്റത്തിലോട്ട് പാസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതൊരു വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ഈ ഹെഡിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായണോ? ഇപ്പൊ ക്ലിയർ ആണോ ബോർഡ്? ബോർഡ് ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഈ ട്രാൻസ്മിഷൻ ഓഫ് റാൻഡം പ്രോസസ് ത്രൂ ഇൻ LTI സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആവാനുള്ള കണ്ടീഷൻസ്, സഫിഷ്യന്റ് കണ്ടീഷൻസ് എന്തെല്ലാന്ന്, അതായത് മീനും, ഓട്ടോ കോറിലേഷൻ, ക്രോസ് കോറിലേഷൻ, ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ അതൊരു വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണെന്ന് പറയും. അപ്പൊ നമ്മൾ വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഇൻപുട്ട് x നമ്മളൊരു LTI സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വരുന്ന ഔട്ട്പുട്ട് y വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അത്ര മാത്രമേ ഈ പറഞ്ഞ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നതാണ്. Wides and stationary ആണ്. First, consider a wides and stationary input x of t to an LTI system and output be denoted by y of t. ആ ഫിഗറിന്റെ അതേ റെപ്രസെന്റേഷൻ ആണ്. x of t കൺസിഡർ ചെയ്യുക, ഇൻപുട്ട് അത് WSS ആണ്, അതൊരു LTI സിസ്റ്റത്തിലേക്ക് കൊടുത്തു, അപ്പൊ ഔട്ട്പുട്ട് ഡിനോട്ട് ചെയ്തത് y of t. Now by convolution integral, y of t is minus infinity to infinity x of tau into h of t minus tau d tau. ബോർഡ് ക്ലിയർ ആണോ? ബോർഡ് ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾ യു മേ ഓൾസോ റൈറ്റ് ഡൗൺ. സോ y of t is nothing but integral minus infinity to infinity x of tau h of t minus tau d tau. So when we are taking expectation of y of t, this will be expectation of minus infinity to infinity x of tau h of t minus tau d tau. So this will be nothing but minus infinity to infinity, taking expectation inside, expectation of x of tau h of t minus tau d tau. So expectation of x of tau, it is nothing but mx. So substituting for expectation of x of tau, we will get mx, which is a constant, so we can take outside mx minus infinity to infinity h of t minus tau d tau. So here for substituting we can write t minus tau is equal to u. So mx minus infinity to infinity h of u du, which is nothing but my. So we get that expectation of y of t, that is mean of output, is nothing but my, which is a constant, which is independent of t. That is the first condition for wides and stationary. So നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഓഫ് ഔട്ട്പുട്ട് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അത് ഇൻഡിപെൻഡന്റ് ഓഫ് ടി എന്നാണ്. അപ്പം നമുക്ക് ഇവിടെ കാണാം എക്സ്പെക്ടേഷൻ ഓഫ് y of t എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് ഇൻഡിപെൻഡന്റ് ഓഫ് ടി ആണ്. അപ്പൊ വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആവാനുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓട്ടോ കോറിലേഷനും ക്രോസ് കോറിലേഷനും ഈ y of t ക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ പ്രൂഫ് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് നോട്ട് ഡൗൺ ചെയ്തോ. Nothing but y of t is equal to minus infinity to infinity x of tau h of t minus tau d tau. So
taking expectation, that is average അല്ലെങ്കിൽ mean എടുക്കുമ്പോൾ expectation of y of t is nothing but expectation of minus infinity to infinity x of tau h of t minus tau d tau. So taking expectation inside, expectation of x of tau എന്ന് പറയുന്നത് nothing but mx. So mx is a constant, so we can take out outside of integral. So mx is equal to minus infinity to infinity h of t minus tau d tau. So substituting for t minus tau as u, we get t minus tau as h of u. So mx minus infinity to infinity h of u du is nothing but my, which is a constant and it is independent of t. So expectation of y of t is nothing but a constant value my, which is independent of t. So next proof like പോയിക്കൂടെ? ഇത് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞോ? So first നമ്മൾ മീനിന്റെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടി. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ ആണ്. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓട്ടോ കോറിലേഷൻ ആണ്. അപ്പോൾ ഒരു വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആവാൻ ദീസ് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ക്രോസ് കോറിലേഷനിലേക്കാണ് പോകുന്നത്. അപ്പം ക്രോസ് കോറിലേഷൻ ബിറ്റ്വീൻ, നമ്മളിവിടെ ക്രോസ് കോറിലേഷൻ എടുക്കുന്നത് ബിറ്റ്വീൻ ഇൻപുട്ട് എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും തമ്മിലുള്ള ക്രോസ് കോറിലേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ക്രോസ് കോറിലേഷൻ function between input and output is nothing but rxy of t1 comma t2, that is between input and output, which is nothing but expectation of x of t1 into y of t2, which is nothing but expectation of x of t1 or which is nothing but expectation of t1. y of t2 നമുക്കറിയാം ഇന്റഗ്രൽ നേരത്തെ എഴുതി അത് ഇന്റഗ്രൽ തന്നെ. ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ എഴുതി ഇന്റഗ്രൽ എങ്ങനെയാ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പൊ നമുക്ക് y ഓഫ് t2 എങ്ങനെ എഴുതാം? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എസ് എച്ച് ഓഫ് t2 മൈനസ് എസ് ഡി എസ്. സോ taking expectation inside, minus infinity to infinity expectation of x of t1 into x of s, h of t2 minus s ds, which is nothing but minus infinity to infinity. ഈ expectation of x of t1 ഉം x of s എന്ന് പറയുന്നത് nothing but auto correlation function ആണ്. രണ്ടും എക്സ് ആണ്, ഇൻപുട്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ദിസ് ഇസ് നത്തിങ് ബട്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. സോ വിച്ച് ഇസ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്, അത് ടൈം ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ദാറ്റ് ഇസ് ആർ എക്സ് ഓഫ് t1 മൈനസ് എസ്, വിച്ച് ഇസ് ഡിപ്പെൻഡന്റ് അപ്പോൺ t1 മൈനസ് എസ്, h of t2 minus s ds. So this is nothing but auto correlation function between x of t1 and x of s. That is nothing but rx of t1 minus s. So minus infinity to infinity. Here we are substituting for t2 minus s. t2 minus or s minus t2 is equal to u. So s is equal to u plus t2. So ds is equal to du. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് ബോർഡ് ക്ലിയർ ആണോ?
Okay. From here, we have T1 minus T2 എന്ന് പറയുന്നത് നമുക്ക് tau ആയിട്ട് substitute ചെയ്യാം. So this part will become tau, which is nothing but minus infinity to infinity Rx of tau minus u h of minus u du, which is nothing but Rx of tau convolution h of minus tau, which is nothing but Rxy of tau. Here tau means T1 minus T2. So cross correlation function is nothing but Rx of T1 minus T2, that is dependent upon time difference between T1 and T2, that is difference between T1 and T2 ആണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇത് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മീൻ സാറ്റിസ്ഫൈ ചെയ്തു കാരണം അതൊരു കോൺസ്റ്റന്റ് വാല്യൂ എം വൈ എന്നിട്ട് കിട്ടി. ക്രോസ് കോറിലേഷനും സാറ്റിസ്ഫൈ ചെയ്തു കാരണം അതൊരു ഡിപ്പെൻഡ്സ് അപ്പോൺ T1 മൈനസ് T2, ഒരു ഡിഫറൻസ് between T1 and T2 ആയിട്ട് നമുക്ക് കിട്ടി. That is depend upon tau, which is nothing but T1 minus T2. Thus cross correlation function depend only on tau. This is the cross correlation function. It depends on only on tau, which is the time difference between T1 minus T2. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിപ്പോ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ക്രോസ് കോറിലേഷൻ ആണ്. ക്രോസ് കോറിലേഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ടേക്കൺ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ദാറ്റ് ഇസ് Rxy ഓഫ് T1, T2. ക്രോസ് കോറിലേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ എക്സ്പെക്ടേഷൻ ആണ്. സോ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് X ഓഫ് T1, ഈ Y ഓഫ് T2 നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് എഴുതാം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി X ഓഫ് ടോന് പകരം X ഓഫ് S, H of T minus tau പകരം H of T2 minus S ds. ഇത്രത്തോളം മനസ്സിലായോ ഈ സെക്കൻഡ് സ്റ്റെപ്പ്? ഓക്കെ, പിന്നെ നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഇൻസൈഡിലേക്ക് എടുക്കുന്നതാണ് ഇന്റഗ്രലിന്റെ ഉള്ളില്. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് X ഓഫ് T1 X ഓഫ് S into H of T2 minus S ds. E expectation is nothing but auto correlation function. It is between X and X. Appo auto correlation function aanu, that is Rxx. Here we can write Rx or Rxs between T1 minus S. Right? T1 minus S inde difference il Rxs auto correlation function aanu. Baki rest as it is H of T2 minus S ds. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് T1 മൈനസ് T2, അതായത് T2 മൈനസ് എസിന് അല്ലെങ്കിൽ S മൈനസ് T2ന് U എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓർ S ഈസ് ഇക്വൽ ടു U പ്ലസ് T2. നമ്മളപ്പം ഇവിടെ നമുക്ക് മൈനസ് S ആണ്, അപ്പൊ മൈനസ് U മൈനസ് T2. അപ്പം ഇവിടെ നമ്മൾ എസിന് ഈ പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ Rx ഓഫ് T1 മൈനസ് T2 മൈനസ് U, ഇവിടെ H ഓഫ് മൈനസ് U du ആവും. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ട് T1 മൈനസ് T2 എന്ന് പറഞ്ഞാൽ ടോ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ നമ്മളിവിടെ T1 മൈനസ് T2 ടോ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും, വിച്ച് ഇസ് ഈ ഒരു ഫംഗ്ഷൻ ഇസ് നത്തിങ് ബട്ട് Rx ഓഫ് ടോ കൺവല്യൂഷൻ H ഓഫ് മൈനസ് ടോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഈസ് Rxy ഓഫ് ടോ. ഈ ടോ എന്ന് പറയുന്നത് T1 മൈനസ് T2 ആണ്. That is auto cross correlation. Sorry, this Rxy എന്ന് പറഞ്ഞ ക്രോസ് കോറിലേഷൻ ആണ്, വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ വാല്യൂ ഓഫ് ടോ. ഈ ടോ എന്ന് പറയുന്നത് T1 മൈനസ് T2നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഹെൻസ് ദ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ ഓൾസോ പ്രൂവ്ഡ്. അതായത് ഈ പറഞ്ഞ എക്സ് വൈ ഓഫ് ടി ക്രോസ് കോറിലേഷൻ ഫംഗ്ഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒറ്റ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യാനല്ലോ, ഓട്ടോ കോറിലേഷൻ. അപ്പൊ ഈ മൂന്ന് കണ്ടീഷനും ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഔട്ട്പുട്ട് വൈ ഓഫ് ടി വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണെന്ന് പറയാൻ പറ്റൂ. അതായത് ഒരു LT സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ട് എക്സ് ഓഫ് ടി ആണെങ്കിൽ അത് വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടും വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ ദാറ്റ് ഇസ് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷനും അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇത് ക്ലിയർ ആണോ?
ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഓഫ് ഔട്ട്പുട്ട് ആണ്. അതായത് ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട്. സോ ആർ വൈ വൈ ഓഫ് T1, T2, which is nothing but expectation of y of T1 into y of T2. അപ്പോൾ നമുക്ക് expectation which will become integral x of s h of T1 minus s ds into y of T2, which is nothing but minus infinity to infinity, taking expectation inside, expectation of x of s into y of T2 into h of T1 minus s ds, which is nothing but ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ് ബിറ്റ്വീൻ എക്സും വൈയും, ദാറ്റ് ഈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സ് വൈ ഓഫ് s minus T2, Rxy of x minus T2 into h of T1 minus s ds, that is minus infinity to infinity. Substituting, നമ്മൾ നേരത്തെ കൊടുത്ത അതേ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ, Rxy of u, s minus T2 നമ്മൾ u എന്ന് കൊടുത്തു, that is h of T1 minus T2 minus u du, minus infinity to infinity T1 minus T2 നമ്മൾ ടോ എന്ന് കൊടുത്തു. സോ here we are taking autocorrelation of output, that is between autocorrelation between output T1 and T2, y of T1 and y of T2. So RYY of or RY of T1 comma T2 is nothing but expectation of y of T1 into y of T2. So substituting for y of T1, that is x of s into h of T minus s ds into y of T2. So taking expectation for x of s and y of T2, that is between input and output. So here we get cross correlation function. S of T2 എന്ന് പറയുന്നത് nothing but u ആണ്. So substituting we will get like this. പിന്നെ നമ്മളുടെ uക്ക് നമ്മൾ tau എന്ന് പറഞ്ഞിട്ട് substitute ചെയ്യും. So this is nothing but rxy of tau convolution h of tau. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, rxy of tau convolution h of minus tau into convolution h of tau എന്ന് പറഞ്ഞിട്ട് എഴുതാം. So this is nothing but ryy of tau. Here tau is T1 minus T2. So cross correlation, auto correlation function of between output, that is auto correlation between output also depend upon tau which is equal to T1 minus T2. So ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. So the cross correlation output and the auto correlation output depend upon the value tau T1 minus T2. So hence the input and the output process are jointly wide and stationary. അതായത് ഇൻപുട്ടും വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണ്, ഔട്ട്പുട്ടും വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണ്. ഇറ്റ് ഇസ് എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും ബോത്ത് ആർ വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ജോയിന്റ്ലി WSS, വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി. ക്ലിയർ ആണോ? സോ ഈ ട്രാൻസ്മിഷൻ ഓഫ് റാൻഡം പ്രോസസ് ത്രൂ LTI സിസ്റ്റം ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു 3 പ്രൂഫാണ്. ദാറ്റ് ഇസ് വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആവേണ്ട 3 കണ്ടീഷൻസ്, ദാറ്റ് ഇസ് മീൻ, ക്രോസ് കോറിലേഷൻ ആൻഡ് ഓട്ടോ കോറിലേഷൻ. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫോർ ഔട്ട്പുട്ട് ആണ്. ഇൻപുട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇൻപുട്ട് ഒരു വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞാ തരുന്നത്. അപ്പൊ ഔട്ട്പുട്ടും വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനാദ്യം 3 പാർട്ടായിട്ടാണ്, മീനും ക്രോസ് കോറിലേഷനും ഓട്ടോ കോറിലേഷനും. അപ്പൊ ഈ 3 പാർട്ടും
സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ ഇത് ഓരോ ക്രോസ് കോറിലേഷൻ അല്ലെങ്കിൽ ഒരു വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി പ്രോസസ് ആണെന്ന് നമുക്ക് പറയാം. ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രാൻസ്മിഷൻ ഓഫ് റാൻഡം പ്രോസസ് ത്രൂ എൻ LTI സിസ്റ്റം. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓർ അതർവൈസ് PSD. ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് റാൻഡം പ്രോസസ്സിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഡിറ്റർമൈൻ ചെയ്യും എന്ത്, ഒരു റാൻഡം പ്രോസസ്സിന്റെ പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ at different frequencies. അതായത് ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ റാൻഡം പ്രോസസ്സിന്റെ നമ്മളിവിടെ മോഡൽ ചെയ്യുന്നത്, റാൻഡം പ്രോസസ്സായിട്ട് മോഡൽ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ നോയ്സിനാണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. സോ റാൻഡം പ്രോസസ്സിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു റാൻഡം പ്രോസസ്, ഹിയർ വി ഹാവ് യൂസ്ഡ് നോയ്സ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ നോയ്സും ഇന്റർഫറൻസിന്റെ എല്ലാം അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ റാൻഡം പ്രോസസ്സായിട്ട് മോഡൽ ചെയ്യും. അപ്പൊ ആ നോയ്സിന്റെ എല്ലാം പവർ ഡിസ്ട്രിബ്യൂഷൻ, ആ നോയ്സ് സിഗ്നലിന്റെ എല്ലാം പവർ ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായിനോ? അത് ഡിനോട്ട് ചെയ്യുന്നത് Sx of f, അതായത് ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതായത് ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ നമ്മൾ പവർ ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് ഇതിന് ഡിനോട്ട് ചെയ്യുന്നത് x of f എന്നാണ്. ഇതെന്ന് വെച്ചാൽ ഇത് സ്ട്രെങ്ത് ഓഫ് ദ പവർ in the random process as a function of frequency. ഈ Sx of f എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ് ഗിവ്സ് ദ സ്ട്രെങ്ത് ഓഫ് പവർ ഇൻ ദ റാൻഡം പ്രോസസ്. ഒരു റാൻഡം പ്രോസസ്സിനകത്ത് പവറിന്റെ സ്ട്രെങ്ത് തരും ആസ് എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി f. ഇഫ് റാൻഡം പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ലോലി വേരിയിങ് ആണ്, അതായത് ഒരു നോയ്സ് സിഗ്നൽ, ഹിയർ വി ക്യാൻ കൺസിഡർ നോയ്സ് സിഗ്നൽ സ്ലോലി വേരിയിങ് ആണെങ്കിൽ ഈ റാൻഡം പ്രോസസ്സിന്റെ അകത്ത് മെയിൻലി കണ്ടെയ്ൻ ലോ ഫ്രീക്വൻസി ആൻഡ് അതിന്റെ പവർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ലോ ഫ്രീക്വൻസിയിലായിരിക്കും. അതായത് ഇപ്പൊ ഒരു റാൻഡം പ്രോസസ് എന്ന് പറയുന്നത് സ്ലോലി വേരിയിങ് ആണെങ്കിൽ അതിൽ മോസ്റ്റ് ഇറ്റ് കണ്ടെയ്ൻ ലോ ഫ്രീക്വൻസി ആണ്, അതിന്റെ മോസ്റ്റ് ഓഫ് ദ പവർ വിൽ ബി കോൺസെൻട്രേറ്റഡ് അറൌണ്ട് ദിസ് ലോ ഫ്രീക്വൻസി. ഇനി ഒരു റാൻഡം പ്രോസസ് വെരി ഫാസ്റ്റ് ആണ്, അതായത് വെരി ഫാസ്റ്റ്, ദെൻ മോസ്റ്റ് ഓഫ് ദ പവർ വിൽ ബി അറ്റ് ഹൈ ഫ്രീക്വൻസി. അതായത് ഒരു റാൻഡം പ്രോസസ് ഇഫ് ദേ ആർ വേരിയിങ് സ്ലോലി then it contain low frequency and most of the power will be concentrated around its low frequency, and if the random process is varying fast then its power will be concentrated around high frequencies. ഇത്രത്തോളം മനസ്സിലായിനോ? ഇനി നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് തിയറം ആണ്.
associated with the power spectral density, that is linear Kinching theorem. ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റേ പറയുന്നുള്ളൂ, അതിന്റെ പ്രൂഫ് കുറച്ച് വലുതാണ്. അതപ്പോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ പിന്നെ നോക്കാം. അതായത് ഒരു സ്റ്റേഷനറി റാൻഡം പ്രോസസ്, ഈ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേഷനറി റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി കൺസിഡർ ചെയ്യാം. സോ അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് is nothing but Fourier transform of autocorrelation function. Autocorrelation function നമുക്കറിയാം ആർ എക്സ് എക്സ് ഓഫ് ടോ എന്നും പറയും, അല്ലെങ്കിൽ നമുക്ക് Fourier transform ഓഫ് ആർ എക്സ് ഓഫ് ടോ എന്നും പറയാം. സോ ഒരു സ്റ്റേഷനറി റാൻഡം പ്രോസസ് കൺസിഡർ ചെയ്യുക എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നമുക്കറിയാം. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് പി എസ് ടി ഇസ് നത്തിങ് ബട്ട് എക്സ് എസ് എക്സ് ഓഫ് എഫ് ആണ്. ഈ എസ് എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈക്വൽ ടു Fourier transform ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. Fourier transform ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് നത്തിങ് ബട്ട് Fourier transform ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ലീനിയർ കിഞ്ചിങ് തിയറം എന്ന് പറയുന്ന തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റേഷനറി റാൻഡം പ്രോസസ്സിൽ അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഇസ് നത്തിങ് ബട്ട് Fourier transform ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. എക്സ് എക്സ് ഓഫ് എഫ് ഈസ് നത്തിങ് ബട്ട് Fourier transform ഓഫ് ആർ എക്സ് ഓഫ് ടോ. ക്ലിയർ ആണോ? ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ് ലീനിയർ കിഞ്ചിങ് തിയറം. അതിൽ സ്റ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ സ്റ്റേഷനറി റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിക്ക് അല്ലെങ്കിൽ വൈഡ്സ് ആൻഡ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിക്ക് അതിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് Fourier transform ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ which can be denoted as f(x) of f is equal to Fourier transform of r(x) of tau. So നമുക്കിനി പി എസ് ടി വെച്ചിട്ട് നമ്മൾ പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നമുക്ക് പവർ ഇൻ റാൻഡം പ്രോസസ് എന്താണെന്ന് നോക്കാം. So power in random process x of t is given by minus infinity, that is px is nothing but minus infinity to infinity s x of f, which is nothing but power spectral density of df. So we have rx of tau എന്ന് പറയുന്നത് which is nothing but Rx of tau എന്ന് പറയുന്നത് which is nothing but minus infinity to infinity x of f e raised to j 2 pi f tau d tau. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് പവർ എന്ന് പറയുന്ന ഇക്വേഷൻ we know that it is nothing but minus infinity to infinity power spectral density, that is s x of f df. നമുക്ക് auto correlation function we have autocorrelation function as Rx of tau is nothing but minus infinity to infinity xx of f e raised to j 2 pi f tau d tau. So when tau equal to 0, Rx of 0 is equal to minus infinity to infinity xx of f. This term will be equal to 1, that is e raised to, here we have 0, so it will be 1 df. So therefore Rx of 0 is nothing but, we have here from 1, this is nothing but px.
So power in the stationary random process is nothing but Rx of 0. That is autocorrelation function when at a 0 frequency. That is Rx of 0. മനസ്സിലായോ? നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയിൽ നമ്മൾ പറയുന്നത് നമ്മൾ പവർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി യൂസ് ചെയ്യുന്നത്. അതായത് റാൻഡം പ്രോസസ്സിന്റെ പവർ എത്രയാ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് ഓഫ് പവർ അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ പവർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓഫ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി വിച്ച് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് Sx of f df. We have autocorrelation function. We have Rx of tau is nothing but minus infinity to infinity x of f e raised to j 2 pi f tau d tau. So, നമ്മൾ tau ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Rx of 0 is nothing but minus infinity to x of f df. ഈ Sx of f df എന്ന് പറയുന്നത് nothing but it is equal to power px. അപ്പം power of a random process is nothing but Rx of 0. ക്ലിയർ ആണോ? അതായത് പവർ ഓഫ് എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നത്തിങ് ബട്ട് Rx of 0. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്. അതാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പവർ എത്ര ഒരു റാൻഡം പ്രോസസ് ഒരു സ്റ്റേഷനറി റാൻഡം പ്രോസസ്സിലെ പവർ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് Rx of 0. പവർ ഇസ് നത്തിങ് ബട്ട് Rx of 0. ഇനി നമ്മളൊരു പവർ സ്പെക്ട്രൽ LT സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ള പവർ സ്പെക്ട്ര നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അതിന്റെ തന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് സം പ്രോസസ്സും ഉണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പവർ